ഹലോ ടെസ്റ്റ് ഹലോ ഓണല്ലേ വീഡിയോ? ഹലോ ടെസ്റ്റ് ഹലോ 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 അതൊന്ന് കട്ട് ചെയ്ത്. ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മൈക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നത്. ഒരു അൺബോക്സിങ് റിവ്യൂ ഒക്കെ പറയാൻ വേണ്ടി ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. നോക്കട്ടെ ഇങ്ങനെ ഒരു ഏതായാലും നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡിജിടെക്കിൻ്റെ 2-in-1 വയർലെസ് മൈക്രോഫോണാണ്. അങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതിനൊരു 4000 രൂപ ആയിട്ടുള്ളത്. 35,000 രൂപ എടുത്തിട്ടുള്ള നല്ല സാധനങ്ങളൊക്കെ വേറെ ഉണ്ട്. പക്ഷേ നമ്മൾ ബഡ്ജറ്റ് പ്രകാരം ഈ ഒരു സംഭവം മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു വൈറ്റ് കളറിലെ ഡിജിടെക്കിൻ്റെ ഒരു ചെറിയ പേപ്പറാണ്. പിന്നെ ഇതിനകത്താണ് നമ്മുടെ മെയിൻ സാധനം കേസ് വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു മാനുവലുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നോക്കി വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. കുറേ ഉണ്ട്, ഏതായാലും അത് സൈഡിലിരിക്കട്ടെ. അപ്പോൾ നമ്മളിനി അകത്ത് നോക്കുമ്പോൾ സൈഡിൽ ഇനി കേബിളിൻ്റെ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അതൊന്ന് നോക്കാം. ക്ലിപ്പും പിന്നെ 2 TGP സി ടൈപ്പ്, പിന്നെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് എടുത്ത് പുറത്തിടാം. എല്ലാം ഓപ്പണാക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാം. ആദ്യം നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു വയർ കാണുന്നുണ്ട്. ആ വയർ നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യുന്ന ഒരു വയറാണ് ആദ്യം കാണുന്നത്. ക്യാമറ കുത്തിയിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് സി ടൈപ്പ് കേബിൾ, അതായത് നമ്മളെ ചാർജ് ചെയ്യുന്ന സി ടൈപ്പ്. പിന്നെ 2 ക്ലിപ്പ്, അതായത് ഷർട്ടിൻ്റെ കോളറിലൊക്കെ ക്ലിപ്പ് ചെയ്ത് ആ മൈക്ക് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കുന്ന രീതിയിലുള്ള 2 ക്ലിപ്പുണ്ട്. പിന്നെ 2 പൗച്ചാണ് വരുന്നത്. ബ്ലാക്ക് കളറിലെ നമ്മളെ വിൻഡിൻ്റെ നോയ്സൊക്കെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. 2 പൗച്ച് വരുന്നുണ്ട് ബ്ലാക്ക് കളറിൽ. ഇത്ര സാധനങ്ങളാണ് ഇതിനുള്ളിൽ വരുന്നത് ടോട്ടല്. പിന്നെ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ കേസ് വരുന്നുണ്ട്. ഇതിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് റിസീവറും 2 മൈക്കും ഇതിനുള്ളിലാണ് വരുന്നത്. കാണാൻ തന്നെ അത്യാവശ്യം നല്ലൊരു നീറ്റ്നെസ് ഉണ്ട്. ചെറിയൊരു ബോക്സിൽ നോക്ക്, ഉള്ളിൽ 2 മൈക്കും ഒരു റിസീവർ ഇരിക്കുന്നതുണ്ട്. ഒരു ഒതുങ്ങിയ ഒരു കേസാണ്. കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയുണ്ട്. വെച്ചിരിക്കുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊള്ളാം. ചെറിയ 2 കോയിൻ പോലത്തെ 2 മൈക്കാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യാൻ വേണ്ടി സൈഡിലൊരു സി ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് 3 ഒരുമിച്ച് ചാർജ് ചെയ്ത് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ചില ചെറിയ മൈക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിന് സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നവരാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിന് അങ്ങനെയല്ല, ഒറ്റ ഇതിൽ 3 ചാർജ് ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള അതേതായാലും കൊള്ളാം. നമുക്ക് 2 കോയിൻ പരുവത്തിലുള്ള ഒരു 2 മൈക്കാണ്. അത്യാവശ്യം നല്ല നീറ്റാണ്, ചെറിയ ഒതുങ്ങിയുള്ള കൊള്ളാം. സി ടൈപ്പ് ആ ടൈപ്പുള്ള ഫോണിൽ കുത്താനും പിന്നെ ഐഫോണിൽ പ്രത്യേകതരമുള്ള OTG കേബിൾ വരുന്നുണ്ട്. അതൊരു നല്ലൊരു ഇതാണ്. കാരണം നമ്മൾ ഈ ഫോൺ എടുത്തിട്ട് ഇനിയും ഐഫോൺ ഉള്ളവരാണ് ഇതെടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ശരിക്കും പെട്ടുപോകും. അപ്പം 2 പേർക്കും ഈക്വലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതുകൊണ്ട് ആ കാര്യത്തിൽ വിഷമിക്കണം. ഒന്ന് 3 ഞെക്കിയ ഇപ്പോൾ സംഭവം നടന്നതെന്ന് വെച്ചാൽ 3 വട്ടം ഞെക്കിയാൽ മ്യൂട്ടാവും. അപ്പോൾ റെഡ് കളർ വന്നില്ലേ? ഞാൻ പറഞ്ഞൊന്ന് കേട്ട് കാണത്തില്ല. കൈ വെച്ച് നടക്കണ്ട. നമുക്കിത് കണ്ട് കാന്തമുണ്ട്. കാന്തം വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണ്. ഹലോ ചെക്ക്. നിങ്ങൾക്കിപ്പോൾ അത് എൻ്റെ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഈ വോയിസിന് നല്ല ക്ലാരിറ്റി ഉണ്ട് ഇല്ലെന്ന്. നമുക്ക് അടുത്തത് ഡബിൾ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ എക്കോ. ഞാനിപ്പോൾ ഇത് ഇൻഡോറിലാണ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഔട്ട്ഡോറിൽ നമുക്ക് പോയിട്ട് അവിടെ കുറച്ച് പുറത്തുള്ള സൗണ്ടൊക്കെ കാണത്തില്ലേ, അപ്പോൾ ആ ഒരു സൗണ്ടിൽ ഈ മൈക്ക് എങ്ങനെ ആയിരിക്കും പെർഫോം ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ചാർജിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, എത്ര ചാർജ് നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഈ ചാർജൊക്കെ ഇവർ പറയുന്ന പോലെ 1 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് 6 മണിക്കൂർ നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം എല്ലാം കൂടി ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എല്ലാം ഒന്ന് നമുക്കൊന്ന് വർക്ക് ചെയ്തിട്ട് എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഈ ഒരു Gtechന്റെ DWM116 ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർ മാറിപ്പോകരുത്. 116 എന്നുള്ളതാണ് മേടിക്കേണ്ടത്.